ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു മോഡിഫൈഡ് ഫോമെന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഹയർ ഫോമെന്നോ ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. അതായത് എക്സാമിന് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ 2-3 സെൻറ്റൻസിൽ എഴുതേണ്ടി വരും. അതിൻ്റെ കൂടെ സാമ്പിൾ സിൻറ്റാക്സും കൂടെ എഴുതേണ്ടി വരും. അപ്പോൾ ആ സാമ്പിൾ സിൻറ്റാക്സ് ആണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യും. അത് ട്രൂ ആവുകയാണെങ്കിൽ, ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യും. ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എങ്കിൽ കേർലി ബ്രാക്കറ്റ് ഉപയോഗിക്കത്തില്ല. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യും. അപ്പോൾ കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൽസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും എൽസിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എങ്കിൽ നമ്മൾ കേർലി ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നില്ല. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ എൽസിൻ്റെ കൂടെ വരികയാണെങ്കിൽ നമ്മൾ ഈ കേർലി ബ്രാക്കറ്റ് കാണും. അപ്പം ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷനിൻ്റെ ബേസിക് ലോജിക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ ഈ ഇഫിൻ്റെ അകത്ത് വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എൽസിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഈ ഇഫിൻ്റെ കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അത് എക്സിക്യൂട്ട് ചെയ്യാതെ പകരം എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ എൽസിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനു വേണ്ടിയാണ് ഈ ഇഫ് എൽസ് എന്ന് പറയുന്ന ആ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം അതും 1-2 സിമ്പിൾ സാമ്പിൾ പ്രോഗ്രാം ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ എക്സിക്യൂഷനും എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചത് ഈ ഒരു പ്രോഗ്രാം എഴുതിയായിരുന്നു. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കും. അതിലെ ബിഗർ നമ്പർ ഏതാണെന്ന് നമുക്കിവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ആദ്യത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ അല്ലയോ എന്ന കണ്ടീഷനാണ് ചോദിച്ചത്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ബിഗർ നമ്പർ ഈസ് എ എന്ന് പറഞ്ഞിട്ട്, അതായത് എയുടെ വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ അത് ബി ഗ്രേറ്റർ ദാൻ എ ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എ ആണ് വലിയ നമ്പർ എന്ന് നമുക്കറിയാം. അതേസമയം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ബി ആണ് വലിയ നമ്പർ എന്നാണ്. അതിന് നമ്മൾ പിന്നെയും ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബി ആണോ എക്കാളും വലുത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വെച്ച് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ ബി ആണ് ബിഗർ നമ്പർ നമുക്കറിയാം. അപ്പോൾ അത് പിന്നെ നമ്മളിവിടെ ബി ആണോ എക്കാളും വലുത് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാം. പകരം അവിടെ എൽസ് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു സെറ്റപ്പ്, ആ ഒരു രീതിയിലാണ് ഈ പ്രോഗ്രാമിനെ ഞാൻ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എൽസ് എന്ന് വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതിന് പകരം എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി ആണോ അല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ സപ്പോസ് ഇപ്പം എ ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബിഗർ നമ്പർ ഈസ് എ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ ബ്രാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം എൽസിൻ്റെ കൂടെ ഈ അടുത്ത എൽസ് കഴിഞ്ഞ് നെക്സ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എൽസിൻ്റെ കൂടെ ഉള്ളൂ എന്നാണ് മീനിങ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ, അതായത് സപ്പോസ് ഇപ്പം ബി ആണ് വലുത് എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇഫിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പകരം എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ബിഗർ നമ്പർ ബി എന്ന് ആ സംഭവം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എൽസ് എന്നും പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയാണ് ഇഫ് എൽസ്. നമുക്ക് ഒരു പ്രോഗ്രാമും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമാണ്. 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അത് സെയിം നമ്പർ തന്നെയാണ്. ഈ ബോത്ത് നമ്പേഴ്സ് ആ സെയിം എന്ന് എഴുതി കാണിക്കും. അതേസമയം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ജസ്റ്റ് പ്രോഗ്രാം ഓവർ, അത് ജസ്റ്റ് വേറെ ഔട്ട്പുട്ട് ഒന്നും കാണിക്കാത്തതുകൊണ്ട് പ്രോഗ്രാം ഓവർ എന്ന ഔട്ട്പുട്ട് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് എൽസും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെഴുതാം. ഇവിടെ സെയിം നമ്പേഴ്സാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ബോത്ത് നമ്പേഴ്സ് ആർ സെയിം എന്ന് പറയും. അതേസമയം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ബോത്ത് നമ്പേഴ്സ് ആർ ഡിഫറെൻറ്റ് എന്നൊരു ഔട്ട്പുട്ട് നമുക്ക് കാണിക്കണം. അപ്പോൾ അത് നമുക്ക് എൽസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ എൽസ് ഉപയോഗിച്ച് ചെയ്ത പ്രോഗ്രാമാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇഫ് എന്ന് പറഞ്ഞിട്ട് എ ഈക്വൽ ടു ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എയുടെ വാല്യൂ ഈക്വൽ ടു ബി ആണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സെയിം ആണ്, ബിയുടെ വാല്യൂ എയുടെ വാല്യൂ സെയിം ആണ് എങ്കിൽ
ഈ ഇഫിൻ്റെ കൂടെയുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റായി പ്രിൻറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ സെയിം എന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഈ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബോത്ത് നമ്പേഴ്സ് ആർ സെയിം എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ എൽസിൻ്റെ കൂടെ വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എൽസിൻ്റെ കൂടെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാരണം കേർലി ബ്രാക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് സ്കിപ്പ് ചെയ്യും. ഇത് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതേസമയം ഡിഫറൻറ്റ് നമ്പേഴ്സാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതെന്ന് കരുതുക. അതായത് ഇവിടുത്തെ പോലെ 4, 5 ഡിഫറൻറ്റ് നമ്പേഴ്സാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. ഫാൾസ് ആവുകയാണെങ്കിൽ ഇഫിൻ്റെ കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിനെ സ്കിപ്പ് ചെയ്തിട്ട് പകരം എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്പേഴ്സ് ആർ ഡിഫറൻറ്റ് എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഫിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണ്, ഇഫിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ അത് ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എൽസിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുന്നത്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റോ എക്സിക്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇവിടെ സിൻടാക്സ് ആദ്യമേ കാണിച്ചതുപോലെ ഇവിടെ എൽസിൻ്റെ കൂടെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എങ്കിൽ കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളെങ്കിൽ കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, അത് മാത്രം മതി. അപ്പോൾ ഇതാണ് ഇഫ് എൽസ് എന്ന് പറയുന്നതിൻ്റെ ഇതെന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ, ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല. ആ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അത് ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ എന്ന് ഡിസ്പ്ലേ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കണം. ഇപ്പോൾ 44 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ ദ നമ്പർ 44 ഈസ് ഈവൻ എന്ന് എഴുതി കാണിക്കണം. അതേസമയം ഒരു ഓഡ് നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദ നമ്പർ ഈസ് ഓഡ് എന്ന ഔട്ട്പുട്ട് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ആൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും പറയുന്നില്ല. നമുക്ക് ആദ്യം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇവിടെ A%2 A എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ A എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ A%2 എന്ന് പറഞ്ഞാൽ A 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് കണ്ടെത്തുന്നു. അത് ഈക്വൽ ടു 0 ആണോ അല്ലയോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 2 കൊടുക്കുമ്പം റിമൈൻഡർ 0 വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു ഈവൻ നമ്പർ ആണെന്നാണല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ ദ നമ്പർ ഈസ് ഈവൻ എന്നിവിടെ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതേസമയം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും റിമൈൻഡർ വരികയാണെങ്കിൽ 1 എന്ന റിമൈൻഡർ വരികയാണെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് പകരം എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ദ നമ്പർ ഈസ് പെർസെൻറ്റേജ് ഈസ് ഓഡ് എന്ന് പറയുന്നത് ദ നമ്പർ ഈസ് ഓഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഇഫ് കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എൽസിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ രീതി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇഫ് എൽസ് ലാഡർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ എന്താണെന്നാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക്